നല്ല മണമാണ്, നല്ല മണം, നല്ലൊരു പേർപ്പിൾ കളറാണ്. ഹലോ, വെൽക്കം ടു ബോക്സിയം സ്റ്റോറി. ഇത് വിദ്യയാണ്. എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി വിഷു. നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വിഷു പോട്ടലൊക്കെ കഴിഞ്ഞ് വന്നപ്പം ഇതെല്ലാം നല്ല വെതറാണ്. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ഗാർഡൻ്റെ മിനി ടൂറ് നടത്താമെന്ന് വിചാരിച്ചു. എല്ലാ സാധനങ്ങളും കുറേശ്ശെ പൂത്തു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ. ഇവിടെ മുഴുവൻ ട്യൂലിപ്സിന്റെ ഏരിയ ആണ്. ഇത് ഡാർവിൻ ഹൈബ്രിഡ് എന്ന് പറയും. ഇത് തിരിച്ചു വരുന്നതാണ് പറയുന്നത്. യെല്ലോയും റെഡും കൂടിയുള്ള കളറ് കഴിഞ്ഞ കൊല്ലത്തിന് തിരിച്ചു വന്നേക്കുന്ന കേട്ടോ. റെഡാണ് ഇക്കൊല്ലം പുതിയത് പണിത്. ഇവിടെ വേറെ കുറേ യെല്ലോ ഉണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലത്ത് തിരിച്ചു വന്നത്. അതൊക്കെ ഞാൻ കണിക്ക് ഓൾറെഡി എടുത്ത് മുറിച്ചു വെച്ചു ഇന്നലെ. അത് കാരണമാണ് യെല്ലോ ഒന്നും കാണാത്ത. റെഡും യെല്ലോ ആണ് നിറച്ചു. ഇവിടുത്തെ ഇത് മുഴുവൻ ഹെലബോർ എന്ന് പറയും. കുറേ വിന്ററിൽ പൂക്കാൻ തുടങ്ങിയതാണ്. വലിയ ചെടിയായി നിറച്ചു പൂവുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടി കുറേ ആസ്റ്ററും അല്ല കുറേ അതിൻ്റെ പേര് അനിമണി എന്നാണ് പറയുന്നത്. അതാണ് ഇതും എല്ലാം കഴിഞ്ഞു ഓൾമോസ്റ്റ്. ഇതിൻ്റെ വേറൊരു ടൈപ്പ് ഇപ്പുറത്തും ഉണ്ട്, ഹെലബോർ. അത് നിറച്ച് വലിയ ചെടിയായി. ഒരു ചെടിയാണ് കാണുന്നത് കേട്ടോ. രണ്ടും ഗ്രേപ്പ് ഹയസിന്ത് കഴിഞ്ഞു ഓൾമോസ്റ്റ്. കൊളംബൈൻ്റെ നിറച്ച് മുട്ടിട്ട് വെക്കുന്നുണ്ട് പൂക്കാനായിട്ട്. ഇതൊക്കെ പണ്ട് ഈ കൊളംബൈനൊക്കെ തിരിച്ചു വരുന്ന ചെടിയാണ്. അതുമല്ല പിന്നെ അതിൻ്റെ വിത്ത് വീണ് മുളച്ചേക്കുന്നതാണ് ഈ എക്സ്ട്രാ കാണുന്നതൊക്കെ. ഇത് കേരളാന ജാസ്മിൻ ആണ്. ഞാൻ വിചാരിച്ച വിഷു ആകുമ്പോഴേക്കും ഇത് പൂക്കുന്നു. മഞ്ഞ പൂവാണ്, നിറച്ച് ചെറിയ ചെറിയ പൂവാണ്. അത് കണി വയ്ക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. പക്ഷേ മുട്ടയായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. അസീലിയം റോഡോഡെൻഡ്രനൊക്കെ മുട്ട് വരുന്നേ ഉള്ളൂ. ഇവിടെ വേറെ കാര്യം കാണിച്ചു തരാം. ജോണി ജംപപ്സ് എന്നാണ് പറയാ, വയവളയുടെ. ഇതും എനിക്ക് ത്രൂ ഔട്ട് ഡിസംബറിലൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഇതിന് ഒരു തവണ ഒരു ചെടി വാങ്ങിച്ചു. അതിന്റെ വിത്തിന്ന് തന്നെ വന്നേക്കണാണ് പിന്നെ മുഴുവനും. ഇത് കണ്ടോ, ഇത് മുഴുവനും മല്ലിയില, മിന്റ്, സ്ട്രോബെറി. ഒരു ബെഡ് മുഴുവൻ ടേക്ക് ഓവർ ചെയ്തു. ഇതിപ്പോൾ ഞാൻ കോൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഇത്രയും കാർഡായത്. ഞാൻ സ്ട്രോബെറി കുറേ ഫ്രണ്ട്സിന് വേണമെന്ന് പറഞ്ഞു. സ്ട്രോബെറി കൊടുക്കാൻ പോകണം. മിന്റ് കുറേ ഞങ്ങൾ എല്ലാ കൊല്ലവും ഈ സമയത്ത് ചെയ്യുന്നതാണ്. അതത്ര കാർഡായിട്ട് അതിൻ്റെ ഉള്ളിൽ വീടൊക്കെ വളർന്നു. അതുപോലും പറിച്ചളയാൻ പറ്റുന്നില്ല. പിന്നെ മല്ലിയിലയും ഞാൻ കുറേ ഫ്രണ്ട്സിൽ നിന്ന് കൊടുക്കാൻ പോകണം. അപ്പം this is what you should never do, especially mint and strawberry. Unless you have a dedicated space, never plant in ground. Always plant in pots. പിന്നെ അതെ ചൈബ്സ് ആണ്. ആ ബാക്കിൽ കാണുന്നതൊക്കെ ഗാർലിക്കാണ്. ബ്ലൂബെറി കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ആ ചട്ടീൻ്റെ സൈസ് അതിന് തീരെ വലുതാക്കണമെന്ന്. അതുകൊണ്ടാണ് കുറച്ച് മാത്രം പൂത്തെക്കുന്നത്. കഴിഞ്ഞാലും നിറച്ചുണ്ടായിരുന്നു. മല്ലിയില കൊണ്ട് ശല്യ കണ്ടോ. ഞാൻ മല്ലിയില ഉള്ള കാരണം അവിടെ ഡാൻഡിലൈനൊക്കെ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ഈ വാർഡൻ ബെഡ് ഞങ്ങൾക്ക് റീപ്ലേസ് ചെയ്യണം. കഴിഞ്ഞാലും ഞങ്ങൾ ഇത് മാറ്റിയിട്ടാണ്. ഇതേ പൊളിഞ്ഞു വന്നു. മരം ഫുള്ള് ഇതായിപ്പോയി. കുറച്ച് കൊല്ലായത്. ആ കസേരയിലിരിക്കുന്ന 2 ഭാഗം നിറച്ച് മല്ലിയിലയാണ്. ചെടിയെപ്പാടെ കുറച്ചാണ് ആ ഏരിയ മുഴുവൻ ക്ലീനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടേബിളിൽ ഇരിക്കുന്നത് മിന്റിന്റെ കൂടാണ്. ഫ്രണ്ട്സിന് കൊടുക്കാൻ കൊണ്ടുപോവാണ്. ആക്ച്വലി 2 ദിവസം മുന്നേ ഇത്രയും തന്നെ ഞാൻ വേറെ കുറെ ഫ്രണ്ട്സിന് കൊണ്ടുപോയി കൊടുത്തു. ഞാൻ ഫുള്ള് ക്ലീനപ്പ് ചെയ്തിട്ടില്ല കേട്ടോ. പകുതിയെ ക്ലീനപ്പ് ചെയ്തിട്ടുള്ളൂ. ഒരു വീക്കെൻഡും വീട്ടിലിരിക്കാൻ നേരം കിട്ടിയില്ല. അത് കാരണം പെൻഡിങ് കുറേ പണി ഇപ്പുണ്ട്. ഇത് ഈ ബെഞ്ചിന്റെ ബാക്കിൽ നിറച്ച് ട്യൂലിപ്പ് ഉണ്ട്. അവിടെയും കുറേ മഞ്ഞ ട്യൂലിപ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ പറിച്ചാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ റെഡ് കഴിഞ്ഞ ഫോളിൽ നട്ടതാണ്. ബാക്കിയൊക്കെ കഴിഞ്ഞ കൊല്ലത്തെ അതിന് മുമ്പിലത്തെ കൊല്ലത്തൊക്കെ തിരിച്ചു വന്നിട്ടുള്ളതാണ്. ഞങ്ങളുടെ താമരക്കുളമാണത്. 2 താമര അതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് ചട്ടി. ഇത് വിൻ്ററിൽ ഞാൻ മരക്കഷ്ണം വെച്ച് അടച്ചു വെച്ചു. ഞാൻ തുറന്നു ഇപ്പോൾ 2-3 ദിവസമായിട്ട്. ആക്ച്വലി അവിടെ ഇതേ പുതിയ ഇല വരണുണ്ട് ആ ചട്ടിയിൽ. ഇത് വെള്ളം സാധാരണ ഈ സമയത്ത് ഞാൻ മുഴുവൻ എംപ്റ്റി ചെയ്തിട്ട് രണ്ടാമത് റീഫിൽ ചെയ്യുന്നതാണ്. അതിനൊന്നും നേരം കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ ഈ പോളൻ നല്ല പച്ച കളർ പൊടിയാണ്. അത് വന്ന് മുഴുവൻ വെള്ളത്തിൽ സെറ്റിൽ ചെയ്തിട്ട് വൃത്തിയുടെ കിടക്കുകയാണ്. എൻ്റെ ബാക്കിൽ കാണുന്നത് ഞങ്ങളുടെ ആപ്പിൾ ട്രീ ആണ്. നിറച്ച് പൂത്തിട്ടുണ്ട്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഗോൾഡൻ ഡെലിഷ്യസ് ആപ്പിളാണ്. ഇതള് താഴെ വീണിട്ട് മരുന്നടിക്കണം, എന്നാലേ സിഡാർ ആപ്പിൾ റസ്റ്റ് എന്ന് പറഞ്ഞ അസുഖം വരാണ്ടിരിക്കുകയുള്ളൂ. ഫെബ്രുവരിയിൽ ഞാൻ ഓൾറെഡി ഒരുവണ്ണം മരുന്നടിച്ചു. ഡോർമെൻ്റ് ഓയിലിനാണ് അതിന് പറയുന്നത്. ഫുഡ് ഗ്രേഡ് ഒരു പെസ്റ്റിസൈഡാണ്. അത്ര ഹാംഫുൾ ഒന്നുമല്ല. അപ്പം അതാണ് അടിക്കുന്നത്. ഇത് നിറച്ച് പൂത്തിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി നമുക്ക് ഇക്കൊല്ലോ നിറച്ച് ആപ്പിൾ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഈ ഡേവിഡ് ഓസ്റ്റൻ റോസും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരു ദിവസം ഞാൻ വെട്ടി ഇവിടം വരെ എത്തിയുള്ളൂ. മോൾഭാഗം വെട്ടാൻ സമയം കിട്ടിയില്ല. അതുകാരണം മോൾഭാഗം ഇസ് ഓൾ അൺറൂളി. ഇനിയിപ്പോൾ അതൊന്ന് ശരിക്കും ഡെക്കിലേക്ക് കെട്ടി വെക്കണം, എന്നാലേ അത് ശരിയാവുള്ളൂ. ഇവിടെ ഒരു കട്ട ട്യൂലിപ്പ് ഉണ്ട്. ഇത് എത്രയോ കൊല്ലം മുന്നേ വന്ന ഒരേ ഒരു ബൾബ് മാത്രം തിരിച്ചു തന്നെയാണ്. ബാക്കിയൊന്നും വന്നില്ല ഇതിനോട് നട്ടിരുന്നത്. ട്യൂലിപ്പ് തന്നെയാണ് കേട്ടത്. ഇങ്ങനെ കട്ടയാണെങ്കിൽ പോലും ഇങ്ങനെ ഇത്ര ഒരു ഷേപ്പാണെങ്കിൽ പോലും ട്യൂലിപ്പ് തന്നെയാണ്. ഇവിടെ വെള്ള ഡാഫിലുണ്ടായിരുന്നു. അതൊക്കെ ഉണങ്ങി നല്ല മണമായിരുന്നു. ഞാൻ പറഞ്ഞ അന്നത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നേ
ഈ സെക്ഷനാണ് ഒട്ടും വൃത്തിയാക്കാത്തത്. ഇവിടെ നിന്ന് ബാക്കിൽ ബാപ്റ്റീഷ്യയാണ് കാണുന്നത്, അതൊന്നും ക്ലീനാക്കില്ല. പക്ഷേ ഈ ഐറിസിലൊക്കെ മുട്ടുണ്ട്. മുമ്പിലത്തെ ഐറിസ് ആക്ച്വലി പൂത്ത്, ഞാൻ കാണിച്ചു തരാം. ഡാഫഡിൽ പൂത്ത് കഴിഞ്ഞു. കുറച്ച് ഗ്രേപ്പ് ഹൈസൻസ് ഉണ്ട്, ചെറിയിൽ നിറച്ച് പൂണ്ടായിരുന്നു. അതേ കണ്ടോ, ഇത് പിടിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ വാങ്ങട്ടെ. കണ്ടിട്ട് വേണ്ട, ബാക്കിയുള്ള പൂവാ നോക്കി, കായ് കാണുന്നുണ്ടോ? ചെറിയ പിടിച്ചത് നിറച്ച് കാണുന്നുണ്ട്. പിടിച്ചാൽ മതി, വീണ് പോകണ്ടിരുന്നാൽ മതി. അതാണ് പ്രശ്നം. മിക്ക സാധനവും പിടിക്കാത്ത കായ് വീണ് പോവും ചിലപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഫ്രോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ് പോവും. ഇത് പക്ഷേ നിറച്ച് കാണുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി നമുക്ക് കിട്ടുമായിരിക്കും. നല്ല വാഴ ദേ തിരിച്ചു വരണ്ട, ഒന്നും ചെയ്തില്ല. മത്സ്യൊക്കെ അങ്ങനെ തന്നെ കിടക്കാം, മത്സ്യമൊന്നും മാറ്റിയിട്ടില്ല. എല്ലാണ്ട് തന്നെ വാഴ വരണുണ്ട്. അതെ, ഞാൻ പറഞ്ഞില്ല, ഗാർഡൻ പണി ഒന്നും ചെയ്യാൻ നേരം കിട്ടിയില്ല. ഈ വീക്കെൻഡും അങ്ങനെ തന്നെ പോയി. ഇനിയിപ്പോൾ അടുത്ത വീക്കെൻഡ് നോക്കണം. ഈ ആപ്പിളിൽ കുറച്ചേ പൂത്തിട്ടുള്ളൂ, പൂ വീണും പോയിട്ടുണ്ട്. അപ്പം മരുന്നടിക്കും. ഇതിന് മരുന്നടിക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇത് റെഡ് ഡെലിഷ്യസ് ആപ്പിളാണ്. ഇതിന് അത്രയും സിഡാർ റസ്റ്റ് വരില്ല. പക്ഷെ എന്നാലും ചെയ്യാൻ സേഫസ്റ്റ് ആയിട്ട് മരുന്നടിക്കണം. അടിക്കേണ്ട ദിവസമായിരുന്നു. പക്ഷെ ഭയങ്കര കാറ്റ്. ഇപ്പോൾ ഒന്നും കാറ്റുള്ളപ്പോൾ മരുന്നടിച്ച് കഴിഞ്ഞാൽ വെറുതെ പറന്നു പോവുള്ളൂ. വേറൊരു സ്പെഷ്യൽ കാര്യം കാണിച്ചു തരാനായിരുന്നു. ഇത് റോസ്മെറിയാണ്, ഫുള്ള് പൂത്ത് നിൽക്കുക. ഹേർബില്ലേ റോസ്മെറി എന്ന് പറഞ്ഞാൽ കുക്കിങ്ങിന് ഉപയോഗിക്കുന്നത്. ആ, നല്ല മണമാണ് അതിന്. ഞങ്ങളിത് സ്റ്റേക്ക് ഉണ്ടാക്കുമ്പോൾ പിന്നെ പാസ്ത ഒക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യും. നിറച്ച് പൂത്ത് വെക്കുന്നുണ്ട്. നല്ല പൈസ കിട്ടും, നല്ല പൈസ കിട്ടും. നല്ല രണ്ട് തണ്ടാണ് $4 നമ്മൾ വാങ്ങുന്നത്, ചെറിയ 2 തണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇതേ ഐറിസ് പൂത്ത് വെക്കുന്നുണ്ട്. അതെ, ഇതിതേ വേറെ ഒരു കൊളംബൈനാണ്, തുറന്ന് വരുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ചെടി ഉണ്ടായിരുന്നു, അതിൻ്റെ വിത്തിന്ന് മുളച്ചേക്കുന്നതാണ്. ഇത് നീല കാണുന്ന ബ്രൂണറ എന്ന് പറയും, നല്ല നീല കളർ ചെടിയാണ്. ഇത് ഞങ്ങളുടെ സൈഡാണ്, ഇവിടെ മുഴുവൻ ഷെയ്ഡ്, അതാണ് ഷെയ്ഡിൻ്റെ പ്ലാന്റ്സ് ആണ് കാണുന്നത്. ഞങ്ങളുടെ മുമ്പിലത്തെ ഗാർഡൻ്റെ സ്റ്റാർ ഇതാണ് ലൈലാക്ക്. നടന്ന് വരുമ്പോൾ തന്നെ നമുക്ക് മണം, നല്ല മണമാണ്, നല്ല മണം, നല്ലൊരു പേർപ്പിൾ കളറാണ്. ലൈലാക്ക് മോഞ്ചി എന്നാണ് എൻ്റെ പേര്. ഇത് സ്ലോ ഗ്രോയിങ് ലൈലാക്ക് ആണ്. ബാക്കിയുള്ള ലൈലാക്കൊക്കെ മിസ് കിം എന്നൊക്കെ പറയുന്നത് ഭയങ്കര പോപ്പുലർ ലൈലാക്സ് ആണ്. അതൊക്കെ വേഗം കാട് പോലെ വളരും. ഇത് ടേക്സ് ഇറ്റ്സ് ഓൺ ടൈം, ബട്ട് ഇനി വരിയാനുണ്ട് ഫുള്ള്. എന്താ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഇവിടെ ഭയങ്കര കാറ്റ്. എന്തൊരു കാറ്റത്ത് ഇങ്ങനത്തെ നിൽക്കുന്നത് ഒഴിയാണ്ട് അത്ഭുതമാണ് കേട്ടോ. അതേപോലെ തന്നെ അതെ, ഇതാണ് ബാക്കിൽ കണ്ട ഐറിസ്, വെള്ള ഐറിസ് നിറച്ച് മുട്ടുണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ മുട്ടുണ്ട്, 2-3 വിരിഞ്ഞത് കണ്ടോ. ഞാൻ പറഞ്ഞില്ല മുട്ട് ലൈലാക്കിൻ്റെ മുട്ട അങ്ങനെ ആയിരിക്കും, വിരിയാൻ ഇനിയുണ്ട്. ഇവിടെ ഒരു 2 ട്യൂലിപ്പ് ഉണ്ട്. ഇവിടെ ആക്ച്വലി കുറേ ഡാഫഡിൽ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു വേറെ ഡച്ച് ഐറിസ് എന്ന് പറയുന്ന ഐറിസാണ്, അത് മുട്ടിട്ട് വരുന്നുണ്ട്. ഈ ഡയാന്തസ് ഒക്കെ കഴിഞ്ഞ പോലത്തെ ഡയാന്തസ് ആണ്, തിരിച്ചു വന്നേക്കാണ്. മുട്ടിട്ട് വരുന്നേ ഉള്ളൂ, പൂ തുറന്ന്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഡാഫഡിലൊക്കെ ഉണങ്ങിപ്പോയി. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇന്നലെ പണിക്ക് പറിച്ചു. അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇനി ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വരും. അപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഞങ്ങളുടെ ടൂർ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച വേറെ വീഡിയോ കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.